പ്രേക്ഷകർ ഇപ്പൊ കാണാൻ പോകുന്നുള്ളൂ. എല്ലാവരും നല്ല ഇതാണ് പറഞ്ഞത്, റിവ്യൂ നല്ല ഇതാണ് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്. അവരുടെ ചോദിക്കും എന്തായാലും ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, അവരുടെ ചോദിക്കും എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ടൈം ലൂപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലറാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ സിനിമ. പുഷ്പവിമാനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണും, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വല്ലപ്പോഴാണ് സിനിമ വരുന്നത്. എൻ്റെ കുറച്ച് ടൈം വരുന്നത്. ടൈം ട്രാവൽ അല്ലടാ, ടൈം ലൂപ്പ്. കണ്ടില്ലായിരുന്നോ പടം? പടം ഇവിടെ നിന്ന് ചോദിക്കുന്നു, പടം കാണും. ഓക്കെ അഭിപ്രായം ചോദിച്ചിട്ട് കയറും. അഭിപ്രായം എന്താ കിട്ടിയത്? നല്ലതാണ്. ഓക്കെ, അപ്പോൾ കാണും, കണ്ടിട്ട് അഭിപ്രായം. ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഓട്ടം പരിപാടികൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻഗേജ് ആയിട്ടാണ് ചെയ്യുന്നതാണ് മനസ്സിലായത്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എല്ലാം കിട്ടിയെന്നുള്ളതാണ്. ഏതാ പാർക്കോ ഞാൻ നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നു. ബേസിക് പരിപാടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ കൂടെ ചില മൊമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പാർക്കോറിൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തൊക്കെ വ്യത്യാസമുണ്ട് 9 വർഷത്തിന് ശേഷം? എനിക്ക് സത്യം ടിക്കറ്റ് എടുക്കുന്ന പോലെ ഞാൻ ലാസ്റ്റ് 2015 ദുബായിക്ക് ഫ്ലൈറ്റ് 11:30 ആയതുകൊണ്ട് 9:30 കണ്ടു. ആ സമയം ഉണ്ടാകണം. അതിനുശേഷം ഇതൊന്നും പോയില്ല. പിന്നെ അഭിനയിച്ചിട്ടാകുമ്പോൾ എൻ്റെ എൻ്റെ സിനിമ അതുകൊണ്ട് ഇത്ര നാൾ വെയിറ്റ് ആക്കിയിട്ടില്ല. പ്രേക്ഷക അതായത് ഓഡിയൻസ് ആയിട്ടിരുന്ന് കണ്ടിട്ട് ഒരു ഓഡിയനായിട്ടിരുന്ന് കണ്ടിട്ട് ഇപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഓരോ ഗ്രൂപ്പിലും ഡിഫറൻസ് വരുന്ന രീതിയിൽ നമ്മൾ കാണിക്കണമായിരുന്നു. നമ്മളെല്ലാം അങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. 100% സിറ്റുവേഷനിലുള്ള ആർട്ടിസ്റ്റ് ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു. ഒത്തിരി വർക്ക് ചെയ്തായിരുന്നു. പാർക്കോർ ഒരുപാട് കാര്യങ്ങൾ മാക്സിമം ഫുൾ നമുക്ക് വേണ്ടി 100% കമ്മിറ്റഡ് കൂടെ നിൽക്കണം. അവരുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടക്ട് അത് ശരിക്കും നമ്മൾ ജസ്റ്റ് ടീക്കറ്റാണ് എഴുതി വയ്ക്കുന്നതിനേക്കാളും ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഓൺ ഗ്രൗണ്ടിൽ ലൊക്കേഷനിലായിരുന്നു ഷൂട്ട് ചെയ്തത്. സെറ്റിട്ടൊന്നുമല്ല ഷൂട്ട് ചെയ്തത്. അപ്പം മാക്സിമം നമ്മൾ കണ്ണൂരാണ് ഷൂട്ട് ചെയ്തത്. അതിന് ഞങ്ങളൊക്കെ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരേ സ്ഥലത്ത് ഇൻക്രീറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തില്ല. നല്ല ടീമായിട്ട് എല്ലാ ക്രൂ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. എല്ലാം തന്നെ കണ്ടക്ട് കൊണ്ടുവന്നു. ഒരു ടീം വർക്കായിരുന്നു സിനിമ. അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. സമയം എടുത്തിട്ടുണ്ട് 40 ദിവസം മാക്സിമം. ഈ മ്യൂസിക് വളരെ അടിപൊളിയായിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഒരു രാഹുൽ രാജൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത്രയും നല്ല ഔട്ട്പുട്ട് പുള്ളിക്ക് ഫുട്ടേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഏറ്റവും നല്ല വർക്ക് വന്നായിരിക്കും. പണ്ട് ബാച്ചിൽ പാട്ടിലൊക്കെ നമ്മൾ എത്തിച്ച രാഹുലിൻ്റെ നല്ല രീതിയിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? അടിപൊളിയാണ്, നല്ല പടം. പെർഫോമൻസ് അടിപൊളിയാണ്. ACP ആയിട്ട് വന്ന പുള്ളി അടിപൊളിയായിട്ട്. ഇതിലോ ഫാന്റസിയാണ്. അടിപൊളി. കാരണം ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു പുതിയൊരു അപ്രോച്ച് ഐ റിയലി ലവ് ഇറ്റ്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയുമ്പം ആ ഒരു ഓൾഡ് തോട്ട്സ് വന്നിട്ടില്ല. ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷേ ഇവർ അതിലും അപ്ഡേറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടു ദ ന്യൂ കമേഴ്സ്. സിജു ഫാന്റാസ്റ്റിക്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്നൊരു വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വേഷം. ആൻഡ് ഹി ഹാസ് ഡൺ പെർഫോംഡ് വെരി വെൽ. എല്ലാവരും അതുപോലെ തന്നെ ബാലു അല്ലേ ഈ ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അതാണ് ചിന്തിക്കുന്നുണ്ട്. ജസ്റ്റ് എൻജോയ് 2 hours നന്നായിട്ട്. അത് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു കഥയാണ്. കാരണം
ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരു സീൻ തന്നെ ഒരു 3 തവണ കാട്ടുന്ന പോലെ അത് ആ പടത്തിൻ്റെ ഒരു മേക്കിംഗ് അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ അത് കണ്ട രസമായിട്ട് തോന്നി.